إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പലരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭം കിട്ടിയാൽ അത് വളരെ വിദഗ്ധമായി തന്നെ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരാളുടെ മനസ്സിൽ നന്മയാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അതാണ് അയാൾ സന്ദർഭം കിട്ടിയാൽ പുറത്തേക്ക് എടുക്കുക. എന്നാൽ തിന്മയാണ് അയാൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് എങ്കിൽ അയാൾ ആ തിന്മ പുറത്തേക്ക് എടുക്കാൻ കിട്ടുന്ന സമയം എവിടെയുണ്ട്, സാഹചര്യം എവിടെയുണ്ട് എന്നായിരിക്കും അയാൾ അന്വേഷിക്കുക. അപ്പം മതം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണ് എങ്കിൽ അതിൻ്റെ അവസരങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, എവിടെയാണ് ക്ലാസ്സുള്ളത്, എവിടെയാണ് നല്ല ഹുത്തുബയുള്ളത്, എവിടെയാണ് നല്ല പ്രസംഗം കിട്ടുക, പുസ്തകം കിട്ടുക, ബുക്ക് സ്റ്റാൾ എവിടെ ഉണ്ടാവുക, ഇതൊക്കെയാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ അതേപോലെ തന്നെ ദാനശീലമുള്ള ഒരാളാണ് എങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു നല്ല സംരംഭം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ, എനിക്ക് നാളെ പരലോകത്തൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന രീതിയിൽ ഒരു ദാനം കൊടുക്കാൻ പറ്റിയ വല്ല അന്തരീക്ഷമുണ്ടോ, സാഹചര്യമുണ്ടോ, സന്ദർഭമുണ്ടോ, വല്ല പള്ളിയുണ്ടോ, മദ്രസ ഉണ്ടോ എന്നതൊക്കെ ആയിരിക്കും അവർ അന്വേഷിക്കുക. എന്നാൽ ഒരു മോഷണവാസനയുള്ള ഒരാളാണ് എങ്കിൽ എവിടെയെങ്കിലും ഒരു 4 ആൾ കൂടുന്നിടത്ത് എന്തെങ്കിലും മോഷ്ടിക്കാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ചാണ് അയാൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അടിമയാകുന്ന ആളുകളാണ് എങ്കിൽ ആ ലഹരി ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവർ ബോധപൂർവം അന്വേഷിച്ചു കൊണ്ടിരിക്കും. അതുപോലെ പ്രദർശന പരത ആഗ്രഹിക്കുന്ന ആളുകൾ അത് പുറത്തെടുക്കാൻ പറ്റിയ അവസരങ്ങൾ എവിടെയാണ് കിട്ടുക എന്നതായിരിക്കും. അവരുടെ സൗന്ദര്യവും അവരുടെ ഒരു ഫാഷനും ഒക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന സന്ദർഭം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് നടക്കും. അതുപോലെ തന്നെ ആൺ പെൺ മിംഗ്ലിങ് അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം അതിനുള്ള അവസരം എവിടെയെങ്കിലും കിട്ടുമോ എന്നായിരിക്കും അത്തരം ആളുകൾ പലപ്പോഴും അന്വേഷിക്കുക. ഇനി ഇതിനൊന്നും അവസരം കിട്ടിയില്ലെങ്കിൽ ആ തൻ്റെ മനസ്സിൽ കിടക്കുന്ന ഈ ഒരു ഇച്ഛ, ഈ ഒരു ദുരാഗ്രഹം അത് അതിരുവിടുകയും അത് പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ബോധപൂർവം ഉണ്ടാക്കും. ഇതിനുള്ള സാഹചര്യം ഉണ്ടായി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന് പറ്റുന്നൊരു അന്തരീക്ഷം അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഞാനിത് ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ പുതിയ തലമുറയിൽ ഇതിന് ബോധപൂർവം, അതായത് അവനവന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എന്തെല്ലാം ദുരാഗ്രഹങ്ങളുണ്ടോ, ഇച്ഛകളുണ്ടോ, അരുതായ്മകളുണ്ടോ അതെല്ലാം പുറത്തെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇവന്റ്, എന്തെങ്കിലും ഒരു അവസരം ബോധപൂർവം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ മറയാക്കിക്കൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങളെയാണ്. അതായത് എന്തെങ്കിലും പേര് പറഞ്ഞ് ഒരു ആഘോഷം ഉണ്ടാക്കുക.
ഇപ്പൊ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇരിക്കുന്ന ആളുകളിൽ പലരും പഴയ കാലത്ത് ജീവിച്ച ആളുകളുണ്ട്, ഈ കാലം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പഴയ കാലവും ഈ പുതിയ കാലവും ഒന്ന് നമ്മൾ മാറ്റുരച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം, പണ്ടില്ലാത്ത രീതിയിൽ ഒരുപാട് ആഘോഷങ്ങൾ, ആഘോഷിക്കാൻ വല്ല വകുപ്പും കിട്ടുമെന്നാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും ഇന്ന് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഓരോ രീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു കമ്പോളവൽക്കരണം തന്നെയാണ് നടക്കുന്നത്. എല്ലാത്തിന്റെ പിന്നിലും സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ്. എല്ലാം ഇവന്റ് മാനേജ്മെന്റുകളായി മാറി അവരത് ഏറ്റെടുത്ത് അത് ലക്ഷങ്ങളും കോടികളും വിലയിട്ട് അതിന് പറ്റുന്ന അന്തരീക്ഷത്തിലേക്ക് ആളുകളെ അവരറിയാതെ കൊണ്ടുവന്ന് ഓരോരുത്തരുടെ താല്പര്യത്തിനെ കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള ആഘോഷങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പൊ നമുക്കറിയാം അത് വലിയ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എത്രയോ ആയിരക്കണക്കിന് നർത്തകിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഇവന്റ് സംഘടിപ്പിച്ചു. അത് യാദൃച്ഛികമായിരിക്കാം അവിടെ അപകടമുണ്ടായത്. ഒരു ജനപ്രതിനിധി അപകടത്തിൽപ്പെട്ട് അവരിപ്പോഴും വെന്റിലേറ്ററിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അത് ചർച്ചയായത്. ചർച്ചയാവുമ്പോഴാണ് അതിന്റെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടപ്പുറത്താണ് കുറച്ചു മുമ്പ് കുസാറ്റിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെ ഒരു വലിയ പാർട്ടി ഉണ്ടായി, തിക്കും തിരക്കും പ്രശ്നങ്ങളും ഉണ്ടായി. 2-3 കുട്ടികൾ അവരെ മരണപ്പെടുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ട് അധിക നാളുകൾ ആയിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്റെ ദിവസം അന്നത്തെ രാത്രികത്തെ ചാനലുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. മൊത്തം കേരളത്തിൽ പണ്ട് യൂറോപ്യൻ നാടുകളിൽ കണ്ടിരുന്ന അതേ സംഭവങ്ങൾ കേരളത്തിലെ പല സിറ്റികൾ കേന്ദ്രീകരിച്ചും പ്രത്യേകിച്ച് മെട്രോപൊളിറ്റൻ സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭാഗത്ത് നമ്മളത് കാണുന്നു. അവിടെ കാര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി സാധനങ്ങൾ തന്നെയാണ്. യാതൊരു തർക്കമോ കാര്യത്തിലില്ല. അതായത് ലഹരി ഉപയോഗിക്കാനും ആണും പെണ്ണും മിങ്കിൾ ചെയ്തുകൊണ്ട് അവരുടെ അവസരങ്ങളും ആഗ്രഹിച്ച് മനസ്സിൽ ഇങ്ങനെ കൊതിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു അവസരമാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ നമ്മൾ കേട്ട സംഭവം എന്താ, ഒരു ചെറുപ്പക്കാരൻ, അതായത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞുകൂടാ, പ്രായമാകാത്ത 18 വയസ്സ് പൂർത്തിയാകാത്ത 2 ചെറുപ്പക്കാർ ചെറിയ നിസ്സാര ഒരു കാരണത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ 30-30 വയസ്സുള്ള ഒരു മനുഷ്യനെ കുത്തി കൊലപ്പെടുത്തിയത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടു. അതുപോലെ സമാനമായ സംഭവം ലഹരി ബാധിച്ചുകൊണ്ട് വേറെയും സംഭവങ്ങൾ നമുക്ക്, അയാൾ മരിച്ചിട്ടില്ലെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ, കുത്തി പരിക്കേൽപ്പിച്ച സംഭവങ്ങൾ വേറെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഓരോ വിവാഹങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങൾ. വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് ഇസ്ലാമിൽ. ഒരു 2 സാക്ഷിയും ആ വരനും അതുപോലെ തന്നെ കല്യാണം കഴിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവുമുണ്ട് എങ്കിൽ നിർവഹിക്കാവുന്ന ലളിതമായ ചടങ്ങാണ്. പക്ഷെ ആ ചടങ്ങിന്റെ പേരിൽ ഇന്ന് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് മഞ്ഞ കല്യാണങ്ങളും ഡെസ്റ്റിനേഷൻ വെഡിങ്ങും അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ അതിന്റെ പേരിൽ ലക്ഷങ്ങൾ പൊടിപൊടിച്ച് ഈ ലക്ഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആധാരം ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് വരെ ആ തന്റെ സ്ഥാനവും മാനവും നേടാൻ വേണ്ടി, തന്റെ പളപ്പ് കാണിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടി പാർലറിൽ വരെ കൊടുക്കുന്നത് ലക്ഷങ്ങളാണ് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. ചെറിയൊരു പേരക്കുട്ടി മുതൽ വലിയ വല്യമ്മ വരെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി വന്നതിന് ശേഷമാണ് കല്യാണം നടക്കേണ്ടത് എന്നൊരവസ്ഥ. എവിടെയും രാത്രി ഒരു സമയത്ത് കൂടിയാടാനും ഈ രീതിയിലേക്ക് എല്ലാ അരുതുകളും അതിരുകളും ഭേദിച്ചുകൊണ്ട് പോകാനും വല്ല അവസരങ്ങളും കിട്ടുമോ എന്ന ഗവേഷണമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ കൃത്യമായ ചില ധാരണകളിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അതായത് വിശുദ്ധ ഖുർആൻ പറയുന്ന, അള്ളാഹ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ആ ബൗണ്ടറി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ശരിക്കുള്ള ഒരു ദീനീ ബോധമാണ്. എന്നെ പടച്ചോൻ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ്. അതിനാണ് നമ്മൾ തഖ്വ എന്ന് പറയാം, ദോഷബാധയെ തടുക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ വസ്ത്രം നിങ്ങൾക്ക് തന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ വസ്ത്രം തന്നു എന്ന് പറയുമ്പോൾ തന്നെ വസ്ത്രം എന്തിനുള്ളതാ? നമ്മുടെ ശരീരത്തിലുള്ള ന്യൂനതകൾ മറച്ചു വെക്കാനുള്ള സംഗതിയാണ്. ആ മറച്ചു വെക്കാനുള്ള ആ വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? ഇതിനേക്കാളും വലിയ വസ്ത്രം എന്ന് പറയുന്നത് എന്താ? യാ ബനീ ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീസാ, നിശ്ചയമായും നഗ്നത മറക്കാനുള്ള വസ്ത്രം, നിങ്ങൾക്ക് അലങ്കാരമായി ഉപയോഗിക്കാനുള്ള വസ്ത്രം ഞാനിതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയണത് എന്താ? വലിബാസു തഖ്വാ ദാലിക ഖൈർ, എന്നാൽ ഇതിനേക്കാളും നല്ല വസ്ത്രം ഏതാണെന്നോ? ലിബാസു തഖ്വാ ദാലിക ഖൈർ,
നിങ്ങൾക്ക് തഖ്വയാകുന്ന സൂക്ഷ്മതയാകുന്ന വസ്ത്രമാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. ദാലിക മിൻ ആയാത്തില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ചിന്തിക്കുന്നവർക്ക് വലിയ പാഠമുള്ള വിഷയമാണ്. ലഅല്ലഹും യദ്ദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏതൊരു തെറ്റായ സാഹചര്യത്തെ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചതമ്പുരാനുണ്ട്, ഒരു അല്ലാഹു ഉണ്ട് എന്ന ഒരു ഓർമ്മ നമുക്ക് നിലനിൽക്കുക എന്നതാണ്. ഈ ഈമാനിന്റെ ദുർബലതയാണ് ഇന്ന് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇന്ന് സമുദായത്തിലേക്ക് ഇത് അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇത് പരസ്യമായി പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇതിന് ഏറ്റവും കൂടുതൽ ഇരകളായി കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇരകളാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ തന്നെയാണ്. പെൺകുട്ടികൾ ഇന്ന് ഇത്തരം എല്ലാ അതിരുകളും അരുതുകളും ഭേദിച്ചുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം കിട്ടിയാൽ ആണും പെണ്ണും കിടന്ന് തുള്ളുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. നമ്മളെന്നെ അത്ഭുതപ്പെടും, ഈ കുട്ടി എവിടുന്ന് അത്ര മെയ്വഴക്കത്തോടു കൂടി ഈ ഡാൻസ് പഠിച്ചതെന്ന് തോന്നിപ്പോകും. അതൊക്കെ യൂട്യൂബിലൂടെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസരങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിന് കാരണം? ഇവിടെയാണ് ലജ്ജ ചോർന്നു പോകുന്നു എന്നതാണ് ഈമാൻ ദുർബലപ്പെടുന്നതിന്റെ അടയാളം എന്ന് നമ്മൾ കാണണം. കാരണം എന്താ അറിയോ? അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ എന്നാണ്. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്നാണ്. അപ്പൊ ആദ്യം ഈമാൻ അല്ല പോവുക, ആദ്യം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉളുപ്പാണ് പോവുക. ഒരു ഉളുപ്പില്ലാതെയായാൽ അഥവാ ലജ്ജയില്ലാതെയായാൽ പിന്നെ എന്തും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട് എന്നാണ് അള്ളാഹു റസൂലുള്ള പറഞ്ഞു. നമ്മുടെ ദീനിന്റെ സ്വഭാവം അഥവാ ഇസ്ലാം ദീനിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താ? ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖാ, എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ലജ്ജയാകുന്നു എന്നാണ്. ഈമാനും ലജ്ജയും ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അൽ ഹയാ വൽ ഈമാനു ഖുരിനാ ജമീഅ, അത് രണ്ടും അടുത്ത് ചേർന്ന് നിൽക്കുന്നതാണ്. ഫഇദാ റുഫിയ അഹദുഹുമാ, അതിൽ നിന്നും അകന്നു പോയാൽ ഉയർന്നു പോയാൽ റുഫിയൽ ആഖർ, ലജ്ജയില്ലാതെ പോയാൽ ഈമാൻ സ്വാഭാവികമായും നഷ്ടപ്പെട്ടു പോകും. ഈമാൻ ചോർന്നു പോയാൽ ലജ്ജ സ്വാഭാവികമായും ഇല്ലാതെയായി മാറും. ലജ്ജ സ്വർഗത്തിലേക്കാണ് നമ്മളെ നയിക്കുക. അൽ ഹയാഉ മിനൽ ഈമാനി വൽ ഈമാനു ഫിൽ ജന്ന, ഈമാനിൽ നിന്നുള്ളതാകുന്നു ലജ്ജ എന്ന് പറയുന്നത്. അത് വൽ ഈമാനു, ഈമാനാകട്ടെ ഫിൽ ജന്ന, അത് സ്വർഗത്തിലേക്കുള്ളതുമാകുന്നു എന്നാണ്. ലജ്ജയില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്തോ. ആ തോന്നിയതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയൽ എന്താ? തോന്നിയാസ് എന്ന് പറയലുണ്ടല്ലോ. എന്താ ഈ തോന്നിയാസ് എന്ന് പറഞ്ഞാൽ? മനസ്സിൽ എന്താണോ തോന്നുന്നത് അതങ്ങ് ചെയ്യാം, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നതൊരു വിഷയമേ അല്ല. ഞാൻ ഈ ചെയ്യുന്നത് എന്റെ ഉപ്പ കാണുന്നുണ്ട്, എന്റെ ഉമ്മ കാണുന്നുണ്ട്, എന്റെ കുടുംബങ്ങൾ അറിയുന്നുണ്ട്, എന്റെ സമൂഹം എന്നെ വീക്ഷിക്കുന്നുണ്ട്, എന്റെ സമുദായം എന്നെ പരീക്ഷിക്കുന്നുണ്ട്, എന്റെ പേരൊരു മുസ്ലിം പേരാണ്, ഞാനൊരു തറവാട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ് എന്ന ഒരു ഓർമ്മയൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലജ്ജ ഉണ്ടായാലാകട്ടെ എല്ലാം നന്നാകുമെന്നാണ്. ഖാല റസൂലുള്ളാഹ് മാ കാനൽ ഫുഹ്ശു ഫീ ശൈഇൻ ഇല്ലാ സാനഹു വമാ കാനൽ ഹയാഉ ഫീ ശൈഇൻ ഇല്ലാ സാനഹു, മോശമായ സംസാരം ഏത് കാര്യത്തിലുണ്ടായാലും അത് അതിനെ വികൃതമാക്കാതിരിക്കുകയില്ല. ലജ്ജ ഏത് കാര്യത്തിലുണ്ടായിരുന്നാലും അതിനെ അലങ്കരിക്കാതിരിക്കുകയുമില്ല. അപ്പൊ ഒരു ലജ്ജയുള്ളൊരു മനുഷ്യനാണ് എങ്കിൽ ഒരു എന്തുണ്ടാവും? ഒരു ധാരണ ഉണ്ടാവും, എനിക്കിത് ചെയ്യാൻ പാടില്ല, ഞാൻ ആരാണെന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവും. ഈ ഓർമ്മ മനുഷ്യനെ കൊണ്ട് ശൈത്താൻ ഇല്ലാതെയാക്കുന്നതാണ്. ഏതൊരു സന്ദർഭം കിട്ടിയോ നമ്മൾ പറയുന്നത് അവൻ ആളൊക്കെ ഉഷാറാണ്, പക്ഷെ യാത്ര പോകുമ്പോൾ അവന്റെ സ്വഭാവം മാറും, അവന്റെ ടൂർ പോകുമ്പോൾ അവന്റെ സ്വഭാവം മാറും, നാളെ രാത്രി ന്യൂ ഇയറിന്റെ അന്ന് അവന്റെ സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പലപ്പോഴും ആളുകൾ പറയാറുള്ളത് അതുകൊണ്ടാണ്. ഒരാൾ ലജ്ജ കാണിച്ചതിനെ മറ്റുള്ളവർ ആക്ഷേപിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, അവനെ വിട്ടേക്ക്. ലജ്ജ കാണിച്ചു എന്നതിന്റെ പേരിൽ അവനെ ചീത്ത പറയേണ്ട, അത് ഈമാനിൽപ്പെട്ട കാര്യമാണ് എന്നാണ്. ലജ്ജ നന്മ മാത്രമേ കൊണ്ടുവരുള്ളൂ. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ഹയാ എന്ന് പറയുന്നത് ഖൈർ അല്ലാതെ കൊണ്ടുവരികയില്ല. അൽ ഹയാഉ ഖൈറുൻ കുല്ലുഹു ഖാല ഔ ഖാല അൽ ഹയാഉ കുല്ലുഹു ഖൈറുൻ, പല രീതിയിൽ ആ കാര്യം പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ മർമ്മത്രയേ ഉള്ളൂ. നമ്മുടെ മക്കളിൽ നിന്ന് ഈ ഹയാ എന്ന് പറയുന്ന ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം
ഇല്ലാതെയായി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവരിൽ നിന്ന് ദീനാണ് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത്, അവരിൽ നിന്ന് ഈമാനാണ് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ആഘോഷങ്ങൾ എന്തും ആഘോഷമാക്കി കൊണ്ടുവരികയും അതിന്റെ മറവിൽ ലഹരിയും ആൺ പെൺ മിംഗ്ലിങ്ങും അനാശാസ്യ പ്രവർത്തനങ്ങളും ഇന്ന് വൻതോതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവപൂർവം നമ്മളെ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബം ശ്രദ്ധിക്കണം. സമുദായ നേതാക്കന്മാർ ഈ വിഷയം പ്രത്യേകം അജണ്ടയാക്കണം, ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണം. അള്ളാഹു എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള ഒരു തെറ്റായ മറ്റൊരു പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, ഉള്ളത് ചെയ്യാൻ പലർക്കും താല്പര്യമില്ല, എന്നാൽ ഇല്ലാത്തത് ചെയ്യാൻ വലിയ ആവേശവുമാണ്. അള്ളാന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? വമാ ആതാക്കുമുർ റസൂൽ എന്തു കൊണ്ടുവന്നുവോ ഫഖുദൂഹു, നിങ്ങൾ അത് സ്വീകരിക്കുകയും, വമാ നഹാക്കും അൻഹു ഫൻതഹു, എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യാം. വത്തഖുല്ലാഹ്, അള്ളാഹ് നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് പടച്ച തമ്പുരാൻ എന്നാണ്. അപ്പൊ മതം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ളത് ചെയ്യലല്ല. ഇപ്പൊ ഒരാള് രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി നല്ല ഫ്രഷായി കുളിച്ച് വൃത്തിയായി പള്ളിയിലെത്തി, അയാൾക്ക് നല്ല ഉന്മേഷം. അപ്പൊ അയാൾ പറയണത്, ഞാനിന്ന് സുബഹി 2 റക്അത്ത് അല്ല 4 റക്അത്ത് നിസ്കരിക്കുകയാണ്. എന്താ ന്യായം എന്നറിയോ? 4 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 2 പ്രാവശ്യം കൂടി ഫാത്തിഹ സൂറത്ത് ഓതിക്കൂടെ? കുറച്ചുകൂടി റുക്കൂഉം സുജൂദും കിട്ടൂലേ? കുറെ പ്രാർത്ഥന ചൊല്ലിക്കൂടെ? അദ്ദേഹത്തിന്റെ ഒരു സാമാന്യ യുക്തിയിൽ അത് ശരിയാണ്. പക്ഷേ 4 റക്അത്ത് നിസ്കരിച്ച ഇസ്ലാമിൽ തെറ്റാണ്. അത് നിസ്കാരം തെറ്റായതുകൊണ്ടല്ല, അത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചത് ചെയ്യുന്നതിന്റെ പേരാണെന്ത്? ദീൻ എന്ന് പറയുന്നത്. അപ്പൊ പഠിപ്പിച്ചത് ചെയ്യാൻ പലർക്കും താല്പര്യമില്ല, പഠിപ്പിക്കാത്തത് ചെയ്യാൻ വലിയ ആവേശമാണ്. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ റജബ് മാസത്തിലാണല്ലോ ഉള്ളത്. ഈ റജബ് മാസത്തിന്റെ പ്രത്യേകത എന്താ? ഈ റജബ് മാസത്തില് ഒരുപാട് ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പൊ സുന്നത്ത് നോമ്പ് പഠിപ്പിച്ചത് എന്തൊക്കെ ഉണ്ട്? മൊത്തം റജബ് മാസത്തിന് മാത്രമല്ല, മൊത്തം ഫറള് നോമ്പ് റമദാനിലുണ്ട്. അത് കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശരിക്കും വർഷത്തിൽ പകുതി നോമ്പ് നോൽക്കാനുള്ള സുന്നത്ത് നോമ്പുണ്ട്. തിങ്കളും വ്യാഴവും, എല്ലാ മാസത്തിലും തിങ്കളും വ്യാഴവും. അപ്പൊ ആഴ്ചയിൽ എത്ര നോമ്പായി? പിന്നെ അയ്യാമുൽ ബീദിന്റെ നോമ്പ് 13, 14, 15 അറബി മാസം. അപ്പൊ എത്ര നോമ്പായി? പിന്നെ അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും മുഹറം 9, 10 നോമ്പ്. അതുപോലെ ദുൽഹിജ്ജ വേണമെങ്കിൽ 1 മുതൽ 10 വരെ നോൽക്കാം. അതുപോലെ തന്നെ പിന്നെ അറഫ നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഷഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് നോമ്പ് വർദ്ധിപ്പിച്ചിരുന്നു കാണാൻ പറ്റും. ഇങ്ങനെ ഒരാൾ സുന്നത്ത് നോമ്പ് നോൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നോമ്പുണ്ട്, അതിന്റെ പ്രാധാന്യം മഹത്വമൊക്കെ ഉണ്ട്. ആർക്കത് ഓർമ്മയുള്ളത്? എത്ര ആളത് ചെയ്യാറുള്ളത്? ഈ പറഞ്ഞതിനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ ഇപ്പൊ ഈ റജബ് മാസത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, റജബ് 17-ന് ഇസ്രാ മിഅ്റാജ് ആഘോഷിക്കുകയും ആ ദിവസം മിഅ്റാജ് എന്ന പേരിൽ ഒരു പ്രത്യേകമായ നോമ്പ് നോൽക്കാനും ഭയങ്കര ആവേശം കാണിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ മിഅ്റാജ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം കുല്ലു ഹദീസിൻ ഫീ ദിക്രിൻ സിയാം റജബ് വസലാത്തു ബഅദ് ലയാലി ഫീഹി ഫഹുവ കദിബുൻ മുഫ്തരി, അത് കെട്ടിയുണ്ടാക്കിയതാണ്, അത് കളവാണ്, അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്നാണ്, അങ്ങനെ ഒരു പ്രമാണമില്ല. അങ്ങനെ ഇസ്ലാമികമായ ഒരു തെളിവ് നമുക്ക് റജബ് ഈ മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പിന് കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് തന്നെ അത് പ്രവാചകന്റെ നുബുവത്തിന് ശേഷമാണ് എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാരൊക്കെ ഏകാഭിപ്രായക്കാരാണ്. എന്നാൽ അത് റജബ് മാസത്തിലാണ് ഇസ്രാവും മിഅ്റാജും ഉണ്ടായതെന്നുള്ളതിന് എവിടെയും നമുക്ക് തെളിവ് കാണാൻ കഴിയില്ല, അത് കണ്ടെത്താനും കഴിയില്ല. അപ്പോ ഒരിക്കലും അടിസ്ഥാനമില്ലാത്തൊരു സാധനം, അടിസ്ഥാനമില്ലാത്ത ഒരു ദുർബലമായ ഹദീസ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, ചില ആൾക്കാർ റജബ് മാസത്തിൽ ഒരു പ്രത്യേക ഉംറയ്ക്ക് വേണ്ടി പോകുന്ന സ്വഭാവമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞത് ആ റജബിൽ അങ്ങനെ റസൂലുള്ളാഹി ഉംറ ചെയ്തിട്ട് തന്നെയല്ല, അങ്ങനെ ഒരു കൽപ്പനയില്ല. പക്ഷെ അത് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ റഗായിബ് നമസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു നിസ്കാരം റജബ് മാസത്തിൽ ഇന്നിപ്പോ ആദ്യത്തെ ജുമയാണ്. ഈ ആദ്യത്തെ ജുമ ദിവസം മഗ്രിബിനും ഇശാക്കും ഇടയിൽ 12 റക്അത്ത് നിസ്കാരം, റഗായിബ് നിസ്കാരം എന്നാണ് അതിന് പേരുള്ളത്. അങ്ങനെ ഒരു നിസ്കാരമേ നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയില്ല. പക്ഷെ അത് ചെയ്യാൻ ആവേശമുള്ള ആൾക്കാരുണ്ടാവും. അതേപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്നൊരു പ്രാർത്ഥന പ്രത്യേകമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് പല ആൾക്കാരിലും കാണാൻ പറ്റും. ഈ ഹദീസിന്റെ സനദ് ദുർബലമാണ്, അത് സ്വഹീഹായിട്ട് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇത് ഇല്ലാത്ത സംഗതികൾ ചെയ്യാൻ ഭയങ്കര ആവേശം കാണിക്കും, നല്ലത് ചെയ്യാൻ എന്ത് ചെയ്യൂല,
ഒരാവേശവും പലപ്പോഴും ഉണ്ടാവില്ല. ഇനി ഇതിനാരെങ്കിലും വിമർശിച്ചാൽ നിങ്ങൾ നോമ്പില്ലാത്തവരാണ്, നിങ്ങൾക്ക് നോമ്പില്ല. ആരെ നോമ്പില്ല എന്ന് പറഞ്ഞത്? നേരത്തെ ഞാൻ പറഞ്ഞ നോമ്പൊക്കെ സുന്നത്ത് നോമ്പാണ്. അതൊക്കെ നമുക്ക് കൂലി കിട്ടാനാണെങ്കിൽ അത് ചെയ്താൽ പോരെ. ഇല്ലാത്തത് ചെയ്താൽ കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, നരകത്ത് പോണ കേസാണ്. എന്തേ? നോമ്പ് നല്ലതല്ലാത്തതുകൊണ്ടല്ല. ഞാൻ നേരത്തെ സുബഹിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, പഠിപ്പിക്കാത്തത് ചെയ്യാൻ പാടില്ല, പഠിപ്പിച്ചത് ചെയ്യുന്നതിന്റെ പേരാണെന്ത്? ഇസ്ലാം എന്ന് പറയുന്നത്. പിന്നെ റജബ് മാസത്തിന് ഒരു പ്രാധാന്യമല്ലേ? അങ്ങനെ ആരും പറയുന്നില്ല, പ്രാധാന്യമുണ്ട്. എന്താ പ്രാധാന്യം? 9-ാം അധ്യായം 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ, മൊത്തം 12 മാസങ്ങളാണ്. അതിൽ 4 മാസങ്ങൾ എന്താണ്? പവിത്രമായ മാസങ്ങളാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്. അപ്പൊ ഈ 4 മാസത്തിൽ പെട്ട ഒരു മാസമാണ് ഏത്? റജബ് മാസം. അപ്പൊ അതിന് പവിത്രതയുണ്ട് എന്നത് ഖുർആനിലുണ്ട്. അതിന് അനാദരിക്കാൻ പാടില്ല. ആ മാസത്തിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ ചെയ്യുന്ന ഇബാദത്തുകൾ ഇതൊരു പവിത്ര മാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ഇബാദത്തുകൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അപ്പൊ അതേ ചെയ്യേണ്ടുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊരു നോമ്പോ, പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയോ, പ്രത്യേകിച്ചൊരു ദിക്റോ ഒരിക്കലും തന്നെ നമുക്കതിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉള്ളത് ചെയ്യും. എന്തിനാണ് നമ്മൾ അള്ളാന്റെ നിന്ന് കൂലി കിട്ടാനല്ല ഇത് ചെയ്യുന്നത്? അപ്പോൾ അള്ളാന്റെ നിന്ന് കൂലി കിട്ടണമെങ്കിൽ അള്ളയും റസൂലും കൽപ്പിച്ചതേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. സുന്നത്ത് നോമ്പിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ആവശ്യം തുടങ്ങിക്കോളി. എല്ലാ തിങ്കളും വ്യാഴവും, അതേപോലെ തന്നെ അറബി മാസത്തിൽ 13, 14, 15 അങ്ങനെ തുടങ്ങിയ ഒരുപാട് സുന്നത്ത് നോമ്പുണ്ട്. ഇല്ലാത്ത നോമ്പ് എടുത്തുങ്ങാണ്ട് നരകം വാങ്ങുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ഹക്കായി മനസ്സിലാക്കുന്ന, സുന്നത്തിനെ സുന്നത്തായി ഉൾക്കൊള്ളുന്ന, ബിദ്അത്തിനെ ബിദ്അത്തായി തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മുടെ പല ആളുകളുടെയും ഒരുപാട് ബന്ധുക്കൾ അസുഖത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അവരുടെ രോഗം സമ്പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖതീബ് കൂടിയായ ഹാരിസ് മൗലവിക്ക് സമ്പൂർണ്ണമായ ശമനം അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു എത്രയും വേഗം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين.